ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു ഫിഷ് കട്ടിങ്ങും കറി മേക്കിങ്ങും വീഡിയോ ആയിട്ടാണ് കേട്ടോ. അതിനായിട്ട് എടുത്തിരിക്കുന്ന ഫിഷ് എന്ന് പറയുന്നത് കണ്ണൻകൊഴുവ എന്ന് പറയും. തൊലിക്ക് കട്ടിയുള്ള മീനാണ്. അതിൻ്റെ ഈ വാൽഭാഗത്ത് ഇച്ചിരി നാര് പോലെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് നമ്മളത് തൊലി ഉരിഞ്ഞ് വേണം ഇത് കറി വെക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ എന്താ, ഒരു മീൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം. സൈഡിലെ ചിറകുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. രണ്ട് സൈഡും ഇങ്ങനെ കട്ട് ചെയ്ത് കളയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ തോൽ ഉരിച്ച് കളയാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ ആ തലഭാഗം ഉണ്ടല്ലോ, ആ തലഭാഗത്തൊന്ന് വരഞ്ഞു കൊടുക്കണം. വരഞ്ഞു കൊടുത്തിട്ട് കത്തിയുടെ മുന കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് ഉരിഞ്ഞ് കിട്ടും. കണ്ടോ, പെട്ടെന്ന് ഉരിഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ അടുത്ത സൈഡും ചെറുതായിട്ട് ആ കത്തി കൊണ്ടൊന്ന് വരഞ്ഞതിന് ശേഷം മുന കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് വലിച്ചെടുത്താൽ മതി, പെട്ടെന്ന് ഉരിഞ്ഞ് വരും. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ചിറകുകൾ കട്ട് ചെയ്യണം, വാല് കട്ട് ചെയ്യണം. അപ്പോൾ വാലാദ്യം കട്ട് ചെയ്തു. ഇനി നമുക്കതിൻ്റെ മറ്റ് ചിറകുകളൊക്കെ ചെറിയ ചെറിയ ചിറകുകളൊക്കെ കട്ട് ചെയ്ത് കളയാം. അതിൻ്റെ ചിറകുകളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ ചെകിള, രണ്ട് സൈഡിലും ചെകിള വലിച്ചിളക്കാം. എന്നിട്ട് ആ ചെകിള പൂവിരിക്കുന്ന ഭാഗം ഒന്ന് കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം വലിച്ചെടുത്താൽ മതി. അതിൻ്റെ അഴുക്കെല്ലാം ഇനി പോരും കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ആ വയറുഭാഗം ഉണ്ടല്ലോ, ആ വയറുഭാഗം കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്ത്, കത്രിക കൊണ്ടായാലും മതി. കത്രികയാണ് എളുപ്പം കേട്ടോ. ഞാനിന്ന് കത്രിക എടുത്തില്ല, കത്തി കൊണ്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതേ കൂടെ നമുക്ക് അതിൻ്റെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ വലിച്ചെടുക്കും. ഇപ്പോൾ ഞാൻ അല്ലാതെ തന്നെ അഴുക്കെല്ലാം വലിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ നമുക്കിനി അടുത്ത മീനും കട്ട് ചെയ്യാം. ആദ്യമേ അതിൻ്റെ വശങ്ങൾ കട്ട് ചെയ്യാം. രണ്ട് സൈഡും കുറച്ചൊന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനാണ് കേട്ടോ ഇത്. ഇതിങ്ങനെ തോലിരിക്കുന്ന പാടിന് ആൾക്കാർ അങ്ങനെ വാങ്ങിക്കാൻ മടിക്കും, പക്ഷേ പെട്ടെന്ന് നമുക്ക് തോലുരിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഇത് കാണുമ്പോൾ വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആ തലയുടെ ഭാഗം കട്ട് ചെയ്തിട്ട് കത്തിയുടെ മുന കൊണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ, പെട്ടെന്ന് ഇരിഞ്ഞ് കിട്ടും. ഇനി അതിൻ്റെ വാല് കട്ട് ചെയ്യാം. നേരത്തെ നമ്മൾ കട്ട് ചെയ്തതുപോലെ എൻ്റെ ചെകിള ഭാഗവും ചെറിയ ചെറിയ ചിറകുകളും എല്ലാം കട്ട് ചെയ്തെടുക്കും. അപ്പോൾ അതാ മീനെല്ലാം അഞ്ചെണ്ണം ഉണ്ടായിരുന്നു, 5ഉം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് ഉപ്പിട്ട് ഒന്ന് തേക്കാം. ആ മീനിൻ്റെ ആ ഒരു ഉളുമ്പ് മണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോട്ടെ. അപ്പോൾ തേച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് കറി വെക്കുന്നതെന്നും കൂടെ കണ്ടു നോക്കാം. അപ്പോൾ കറി വെക്കാനായിട്ടൊരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയൊന്ന് പൊട്ടി വരട്ടെ. ഉലുവ പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 7-8 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവണ്ട, എങ്കിലും നല്ലൊരു മണം വരും, അതുവരെ മൂപ്പിക്കുക. അതിന് ശേഷം നമുക്കൊരു 10-25 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഉള്ളിയും ആ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ഇതെല്ലാം മൂത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. അതും ഇതിനകത്ത് കിടന്നങ്ങ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർക്കുക. അധികം മസാലകളൊന്നും ഇല്ല കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്
ചേർത്ത് കൊടുക്കുന്നത്. വലിയ എരിവില്ലാത്ത മുളകായതുകൊണ്ട് 5 ടീസ്പൂൺ മുളക് ചേർത്ത് കൊടുക്കുന്നു. ടീസ്പൂണാണേ, ടേബിൾ സ്പൂണല്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഉലുവ പൊട്ടിച്ചായിരുന്നു, എങ്കിലും അല്പം ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ എണ്ണയിൽ ഇതൊന്ന് ചെറിയ തീയിൽ വെച്ചൊന്ന് മൂപ്പിച്ചെടുക്കാം. ആദ്യമേ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അതിനുശേഷം നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആ വെള്ളം കുറേശ്ശെ 2 പ്രാവശ്യം ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചട്ടിക്ക് അടുക്കി പിടിക്കാതെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം പുളി ചേർത്ത് കൊടുക്കാം. ഒരു 3 കുടംപുളി ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ഞാൻ ചേർത്തിട്ടില്ല, കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുകൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ മൂടി വെച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കി കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. മീനെല്ലാം ഗ്രേവിക്കുള്ളിലേക്കൊന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ഒരു 6-7 മിനിറ്റ് നേരം ഒന്ന് വേവിക്കാം. അവിടെ ഇരുന്ന് കറിയൊന്ന് വറ്റി വരട്ടെ. ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. കറിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇപ്പം തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ടേസ്റ്റുള്ളൊരു മീനാണ് കേട്ടോ ഇത്. ഇപ്പം ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ചട്ടിയിലിരുന്ന് കുറച്ചും കൂടി കുറുകും. ഈ ലാസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്താലുണ്ടല്ലോ, എന്നിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു മീൻ കറിയാണിത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ മീൻ കറിയും അതുപോലെ തന്നെ ഫിഷ് കട്ടിങ്ങും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.